ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകം പെൻഡ്രൈവ് തിരുവനന്തപുരം ചാപ്റ്റർ പ്രകാശനവും പ്രദർശനവും ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുസ്തകമായ പെൻഡ്രൈവ് തിരുവനന്തപുരം ചാപ്റ്റർ ഏപ്രിൽ 7-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ഹാളിൽ വച്ച് പ്രകാശനം ചെയ്തു. 18,404 പേജുകൾ അടങ്ങിയ 46 ഇഞ്ച് പൊക്കമുള്ള പുസ്തകത്തിൽ 3000-ൽ അധികം എഴുത്തുകാരുടെ രചനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ചരി ബുക്സ് പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമായ പെൻഡ്രൈവിന് 9 വേൾഡ് റെക്കോർഡുകളാണ് നേടിയിട്ടുള്ളത്. പ്രസ്തുത ചടങ്ങിൽ നിരവധി എഴുത്തുകാരുടെ പുസ്തകങ്ങളും പ്രകാശനം ചെയ്തു. പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നിർവഹിച്ചത് വിനോദ് വെള്ളായിനി, ജേക്കബ് എബ്രഹാം, പ്രമോദ് പയ്യന്നൂർ, വഞ്ചിയൂർ പ്രവീൺ, സുദർശനൻ എന്നിവരാണ്. പൊൻപുലരി ശ്രീമതി മോഹന സുരേഷ് കവിതാ സമാഹാരം. ഗോസ്റ്റ് റിട്ടേൺസ് ശൈലേഷ് പട്ടാമ്പി ഹൊറർ നോവൽ. സഹ്യനെ പ്രണയിച്ച സഹയാത്രിക ശ്രീമതി പ്രേമ ശ്രീകുമാർ കവിതാ സമാഹാരം. ഓർമ്മച്ചെപ്പ് ശ്രീമതി സ്നേഹലത CP കഥാസമാഹാരം. എൻ്റെ ആത്മസ്പന്ദനങ്ങൾ ശ്രീമതി സുചിത്ര ബാബു കവിതാ സമാഹാരം. അഴലിൽ മറയുന്ന മനഃശക്തി ശ്രീമതി ജീവാമൃതം സിന്ധു BK കഥാസമാഹാരം. കടൽ പെറ്റൊരുവൾ ശ്രീമതി ലൈന മാർട്ടിൻ കഥാസമാഹാരം. അരിമുല്ലപ്പൂക്കൾ ശ്രീമതി അശ്വതി ബാഹുലേയൻ കവിതാ സമാഹാരം. മിഴിച്ചിരാതുകൾ ശ്രീമതി ശ്രീജ സുനിൽ കവിതാ സമാഹാരം. വാഗമരത്തണൽ ജോജോ കവിതാ സമാഹാരം. കദളി ശ്രീമതി സന്ധ്യ ശ്രീകുമാർ കവിതാ സമാഹാരം. പത്താന്തരത്തിലെ ആൻസി ശ്രീമതി കാവേരി ശ്രീ കഥാസമാഹാരം എന്നീ പുസ്തകങ്ങളാണ് പെൻഡ്രൈവിന്റെ പ്രകാശനവേദിയിൽ പ്രകാശിതമായത്. പ്രസ്തുത ചടങ്ങിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള എഴുത്തുകാരുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ആദരിക്കലും നടന്നു. പ്രമുഖ ചടങ്ങിന്റെ സാക്ഷികളായി നിരവധി പേർ സന്നിഹിതരായിരുന്നു.